അൽമറായി ദുബായിലും സൗദിയിലുമായിട്ട് നിരവധി അവസരങ്ങളിലേക്ക് അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിലിട്ടുള്ള വേക്കൻസികൾ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ്, മുഴുവനായിട്ട് കണ്ടിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാവും. നമ്മുടെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇന്റർഫേസിലേക്ക് എത്തും. ഈ ഒരു ലിങ്ക് കമന്റ് ബോക്സിൽ വേണം എന്നുള്ളവർ ജസ്റ്റ് ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ ഞാൻ ഓരോരുത്തർക്കും ലിങ്ക് റിപ്ലൈ ആയിട്ട് കമന്റ് ചെയ്ത് തരാം. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. ഇതിലിങ്ങനെ ഒരുപാട് ജോബുകൾ ഉണ്ട്. ഒരുപാട് ജോബുകൾ ലിസ്റ്റ് ചെയ്തൊരു വെബ്സൈറ്റ് ആണ്. ഇതിൽ വേറെയും കുറെ ജോബുകൾ ഉണ്ട്. ഇപ്പൊ BD ജോബ് ഇങ്ങനെ കുറെ വേക്കൻസികൾ ഉണ്ട്. കൂടുതലും ദുബായ് ബേസ്ഡ് ജോബുകളായിരിക്കും. അപ്പൊ ഇതിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് അൽമറായി കരിയർ സൗദി ആൻഡ് ദുബായ് എന്ന് കാണാൻ പറ്റും. ഇത് വേറൊരു കാര്യം, ഈ വീഡിയോ കുറെ കാലത്തിന് ശേഷം കാണുന്ന ആളുകളാണെങ്കിൽ ഇനിയും ഇത് താഴോട്ട് പോയിട്ട് ഇവിടെ കാണുന്ന 1 2 3 4 അങ്ങനെ അടുത്തടുത്ത നെക്സ്റ്റ് പേജിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരുന്ന സ്ഥലത്ത് ഈ ഒരു ജോബ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നെക്സ്റ്റ് പേജ് അടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ അൽമറായി കരിയർ ജോബ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ജോബ് ലിസ്റ്റ് ചെയ്ത ആ പേജ് മാത്രമാണ്. ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു രൂപം കിട്ടും. ഇതിലങ്ങനെ കൊടുത്തിട്ടുണ്ട് അൽമറായി കരിയേഴ്സ്, ലേറ്റസ്റ്റ് ജോബ് ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അൽമറായി കമ്പനിയെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ലെഗസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും നിലവിലെന്നല്ല, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് നോർമലി അൽമറായിലുള്ളത് എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെയും പിന്നെ പറയുന്നത്. താഴോട്ടുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ഓപ്പണിങ്സ് കാണാൻ പറ്റും. ഞാൻ നിങ്ങളോട് ഒരിക്കലും ഈ ഒരു ഭാഗം കാണണം, ശ്രദ്ധിക്കണം എന്ന് പറയില്ല. ഈ ഒരു സെയിം കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സ്ഥലത്ത് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിനധിക സമയം ഞാൻ കളയുന്നില്ല. കൂടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും, ഏതൊക്കെ ജോബുകൾ ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളത്. പിന്നെ എങ്ങനെ ജോബിന് അപ്ലൈ എന്നുള്ളത് കാണിക്കും. അതായത് ഈ ഒരു പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുക എന്നൊക്കെ പറയും. അതിന്റെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ കൺക്ലൂഷൻ എത്തി. ഇതിലൊരു അപ്ലൈന ബട്ടൺ കിട്ടും. ഈ ഒരു ബട്ടണിൽ കയറി ക്ലിക്ക് ചെയ്യുക. ഇതിന്റെ മേലെ കുറെ അപ്ലൈന ബട്ടണെ കാണാൻ പറ്റുന്നുണ്ട്, ബ്ലാക്കിലും ഇവിടെ പരസ്യങ്ങളൊക്കെ ആയിട്ട്. അതിലൊന്നും ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എത്തും. അപ്പോൾ ഈ റെഡിൽ ക്ലിക്ക് ചെയ്യുക. റെഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് എത്തുക അൽമറായിയുടെ ഏറ്റവും ലാസ്റ്റ് ഉള്ള പേജിലേക്കാണ്. ഇപ്പൊ പല ആൾക്കാരും ചോദിക്കും, ഇങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു അൽമറായി ജോബിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അൽമറായി കരിയർ പേജിൽ ലിങ്ക് തന്നാൽ പോരെന്ന് ചോദിക്കും. പക്ഷെ അൽമറായി കരിയർ പേജിന്റെ ലിങ്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പെട്ടെന്ന് ഈ ഒരു പേജിലേക്ക് എത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജോബിലൂടെ ഇങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേജിൽ ഇഷ്ടം പോലെ വേക്കൻസികൾ കാണാൻ പറ്റും. ഇതില് സൗദി അറേബ്യക്ക് ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, പിന്നെന്താ UAE ഉണ്ട്. ഇതിലും കുറെ നെക്സ്റ്റ് പേജസ് കാണാൻ പറ്റും. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കുള്ള വേക്കൻസികൾ ഉണ്ട്, അതുപോലെ ഫ്രഷേഴ്സിനുള്ള വേക്കൻസികൾ താഴെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വേക്കൻസികൾ കുറെ കാണാൻ പറ്റും. ഈ സെക്കൻഡ് പേജ്, തേർഡ് പേജിലൊക്കെ കുറെ ഫ്രഷേഴ്സിനുള്ള വേക്കൻസികൾ ഉണ്ട്. ഞാൻ തേർഡ് പേജിലേക്ക് കൂടെ ഒന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് വേക്കൻസി, ഇവിടെ ഫ്രഷ് വേക്കൻസികൾ. അപ്പൊ ഇതിൽ ജസ്റ്റ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് കൺട്രോൾ എന്നുള്ളൊരു ജോബ് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുകയാണ്. ഈ സ്റ്റോക്ക് കൺട്രോൾ ജോബിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ജോബ് അതുപോലെ ഈ ഫ്രണ്ടിന് ഇമെയിൽ മുഖേന അറിയിക്കാൻ പറ്റിയ ബട്ടൺ ഉണ്ട്. ഇങ്ങനെ പല ഇതിലുള്ള ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുക ഈ നമ്മൾ മുന്നേ അൽമറായിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ ഇവിടെ പോയിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തിട്ട് ഈ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്യുക. നെറ്റ്വർക്ക് സ്ലോ ഉണ്ട്. അപ്പൊ ഈ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം തിരിച്ച് ബാക്കിലേക്ക് വന്നിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ജോബുകൾ നമ്മളുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതൽ ജോബുകൾക്കും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന കാരണം പല ആളുകൾക്കും ബോറടിക്കും. കാരണം വളരെ സിമ്പിൾ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ പല ആളുകൾക്കും അറിയില്ല ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.